പലപ്പോഴും പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. അവർ സ്വന്തം നാട്ടിലും ജോലിയിടങ്ങളിലും നിലയും വിലയുമില്ലാത്തവരായി മാറി. ഇവിടെ ഭരണകൂടത്തോട്, നാട്ടിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ ആലോചിക്കേണ്ടത്, പ്രവാസികളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവികർ ഗൾഫ് നാടുകളിലേക്ക്, യുഎയിലേക്കും ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും പോകുന്നതിന് മുമ്പ് ഈ നാടിന്റെ ദാരിദ്ര്യം എന്തായിരുന്നു, ഈ നാടിന്റെ പട്ടിണി എന്തായിരുന്നു? അതിന്ന് ഈ നാട് പടുത്തുയർത്തിയ പ്രവാസികളോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ട്. അവർക്ക് വോട്ടവകാശം പറഞ്ഞാൽ പോരാ, പ്രഖ്യാപിച്ചാൽ പോരാ. അത് മുഖ്യ അജണ്ടയായി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് അടുത്ത ഇലക്ഷനെങ്കിലും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് കഴിയണം. അതൊരു പൗരന്റെ മൗലികാവകാശമല്ലേ? നാട്ടിലില്ല എന്നതിന്റെ പേരിൽ ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടുണ്ടോ? പ്രവാസികളോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ആരാണ് പ്രവാസി? എങ്ങനെയാണ് പ്രവാസി? പ്രവാസികളോട് നാട്ടുകാർ പുലർത്തേണ്ട ബാധ്യതകൾ എന്ത്? ഖുർആൻ അതിനും പാഠമാണ്. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ ഇലാഫി ഖുറൈശ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അവരുടെ ഉപ്പ അബ്ദു മനാഫ്. അബ്ദു മനാഫിന്റെ കാലത്ത് അസദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിദരിദ്രനായി, ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. ആത്മഹത്യ ശരിയെന്ന് മനസ്സിലാക്കിയ അസദ് മലമുകളിൽ കയറി താനങ്ങ് പട്ടിണി കിടന്ന് മരിച്ചുകൊള്ളട്ടെ എന്ന് കരുതി. ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ പിതാമഹനാകുന്ന അബ്ദു മനാഫ് ഒരു ഖുറൈശി സംഗമം, ആ ഖുറൈശി സംഗമത്തിൽ നിന്ന് അസദിന് പിടികൂടിയ ദാരിദ്ര്യം ഒരു കാലത്തും ഒരാൾക്കും പിടികൂടാൻ പാടില്ല. അസദിനെ എത്രയും പെട്ടെന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മാർഗം എന്ത്? ചില്ലറ കാശുകൾ വാങ്ങി അസദ് രക്ഷപ്പെടുത്തി പോരാ. ഈ ഗതി ആർക്കും പോകാൻ പാടില്ല. ഖുറൈശികളെ, മക്ക കേരളത്തെ പോലെ 44 നദികളില്ല, 6 മാസം മഴയില്ല. എന്ത് നട്ടാലും വളർന്നു വരുന്ന വൃക്ഷങ്ങൾ, കായ്കനികൾ നിറയുന്ന നാടല്ല. അവിടെയാണ് കൂടിയാലോചനകൾ, ചർച്ചകൾ. അബ്ദുമനാഫിന്റെ തീരുമാനം 2 സീസണുകളായി പ്രവാസ ലോകത്തേക്ക് 2 വിഭാഗത്തെ, അഥവാ ഇവിടെ ശക്തമായ ചൂട് വരുമ്പോൾ ഷാമിലേക്ക് ഒരു വിങ്ങിനെ അയക്കുക. പക്ഷേ എല്ലാവരും പ്രവാസികളായി പോകാൻ പാടില്ല. എന്റെ വാപ്പ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു എന്ന് കരുതി ഞാൻ പോകണമെന്നല്ല കരുതേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വിജയിക്കണമെങ്കിൽ എനിക്ക് ബഹുഭാഷാ പാണ്ഡിത്യം വേണം. മലയാളം ഭാഷ മാത്രം പോരാ. എനിക്ക് ബിസിനസ് ട്രിക്കുകൾ എനിക്ക് നന്നായി ഉണ്ടാവണം, ടെക്നിക്കൽ വിദ്യകൾ എനിക്ക് ഉണ്ടാവണം. അപ്പൊ ഒരു വാപ്പായുടെ 10 മക്കളിൽ എല്ലാവരും ബിസിനസ്സിന് പറ്റണമെന്നില്ല. 1ഓ 2ഓ മകന് ബിസിനസ് ആവശ്യാർത്ഥം അങ്ങ് പോയി. ഷാമിലേക്ക് പോകുമ്പോ ഇവിടെയുള്ള മറ്റു മക്കൾ ഹോം പോയി സുഖിക്കുകയാണെന്നല്ല, ആ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങകലെ കഴിയുമ്പോൾ അവന്റെ ഭാര്യയും മക്കളും ഇവിടെ പട്ടിണി കിടക്കരുത്, അവർ പ്രയാസങ്ങൾ അനുഭവിക്കരുത്, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കരുത്. അവൻ നാട്ടിലുള്ളപ്പോൾ സുഭിക്ഷമായി കഴിഞ്ഞതിലേറെ അവന്റെ ഭാര്യയും മക്കളും കഴിയാൻ. എന്റെ ജ്യേഷ്ഠൻ അവിടെ പോയെങ്കിൽ ഞാനും എന്റെ അനുജന്മാരും എന്റെ ജ്യേഷ്ഠന്റെയും എന്റെ കുടുംബത്തെയും നന്നായി
പരിപാലിച്ചു, ശുശ്രൂഷിച്ചു. അവർ, ആ ഭാര്യയും മക്കളും കുടുംബവും എന്റെ ജ്യേഷ്ഠന്റെ അസാന്നിധ്യം അറിഞ്ഞില്ല. ഈ ആയതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ അവിടെ ബിസിനസ് നടത്തുമ്പോൾ ഒരു ടെൻഷനുമില്ല. എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എന്റെ ഉമ്മക്ക് എന്ത് സംഭവിക്കും, എന്റെ ഉപ്പായുടെ അവസ്ഥ എന്തെന്ന് വേദനിക്കേണ്ടതില്ല. വളരെ സുഭിക്ഷമായി അവർ അവിടെ ബിസിനസ് നടത്തുന്നു. 6 മാസം കൂടുമ്പോൾ നല്ല ലാഭങ്ങൾ കൊയ്തെടുക്കുന്നു. കിട്ടിയ ലാഭം ഇതെന്റെ മാത്രം അവകാശമല്ല. എനിക്ക് ഇത്രയും ബിസിനസ് നടത്താൻ കഴിഞ്ഞത് എന്റെ അനുജന്മാർ, എന്റെ സഹോദരങ്ങൾ, എന്റെ ഭാര്യയും എന്റെ കുടുംബത്തെയും ഞാൻ നോക്കേണ്ട എന്റെ ഉമ്മയും ഉപ്പയെയും മാന്യമായി നോക്കിയത് കൊണ്ടാണ്. അവരെ നന്നായി ശുശ്രൂഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും എന്റെ ബാധ്യതയാണ്. 10 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടിയെങ്കിൽ ഈ ലാഭത്തിൽ ഒരു വിഹിതം എന്റെ അനുജന്മാർക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്കും വിതരണം ചെയ്യുകയായി. എല്ലാവരും സുഭിക്ഷമായി കഴിഞ്ഞു. ഈ ഒരു പ്രവാസ ലോകം, ഇവിടെ പ്രവാസി വരുമ്പോൾ 1000 കത്തുകളും 1000 ആവശ്യങ്ങളും എന്നല്ല, അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാസികൾക്ക് എന്റെ മോളെ കെട്ടിക്കാൻ മാർഗമില്ല, അമ്മായിമ്മ മരുമകളെ കുറിച്ചുള്ള പരാതി, മരുമകള് അമ്മായിമ്മയെ കുറിച്ചുള്ള പരാതി. പ്രവാസിയുടെ മനസ്സ് കടലിലും കരയിലുമല്ലാതെ എയർപോർട്ടിൽ എമിഗ്രേഷൻ കഴിഞ്ഞ് ബോഡി പാസ് കിട്ടി വിഷമിക്കുന്ന പ്രവാസി, ഇതല്ല പ്രവാസികളോട് ചെയ്യേണ്ടത്. ഈ സമയത്ത് അവസാനമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇവിടെയും പ്രവാസികൾക്ക് സംരക്ഷകനായെത്തിയ മഹാപണ്ഡിതവരണ്യരാണ് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്. 1978 കാലം തൊട്ട് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്, അബ്ദുൽ ഖാദർ അഹ്തൽ തങ്ങള്, അസൈദ് ഫളിൽ പൂക്കോയ തങ്ങൾ കോഴിക്കോട് ജിഫ്രി ഹൗസ് പോയി പ്രവാസ ലോകത്തിന് ധാരാളം സാധ്യതകൾ കണ്ടെത്തി. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്ക് ദിശാബോധം നൽകുന്നതിന് SYS രൂപീകരിച്ചു. അത് പിന്നീട് ICF ആയി മാറി. പ്രവാസി വളർന്നു വരുന്ന കുട്ടികൾക്ക് 35-ന് താഴെയുള്ളവർക്ക് റിസാല സ്റ്റഡി സർക്കിളായി. ഇന്ന് പ്രവാസികൾ അവിടെ എത്തുമ്പോൾ മഹാനായ ശൈഖുന ഇന്ത്യൻ ഖാൻ മുഫ്തി മഹാനവറുകളുടെ ആ തലഹോടലുകളെ കൊണ്ട് മാത്രമല്ല, എത്ര ആളുകളെ അണ്ണോക്കളുടെയും മറ്റും അനാഥരെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് അനാഥരെ പ്രവാസ ലോകത്തേക്ക് എത്തിച്ച് പട്ടിയിൽ നിന്ന് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നരാക്കിയ മഹാനുഭാവനല്ലേ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അതാണ് കാന്തപുരം ഉസ്താദ്, മനുഷ്യർക്കൊപ്പമെന്ന ഈ പ്രധാന വിശേഷണം. ഞാൻ